വീണയ്ക്കെതിരെയുള്ള കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നും ഞങ്ങൾ പിണറായി വിജയനോടൊപ്പമുണ്ടെന്നും ഇന്നലെ CPM ഒത്തുചേർന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതേസമയം ഇന്നലത്തെ സംസ്ഥാന കൗൺസിൽ യോഗത്ത് CPI അതിനെ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. മകൾ വീണ വിജയന്റെ കേസുമായി ഞങ്ങൾക്ക് ബന്ധം അല്ലെങ്കിൽ ഞങ്ങളത് ഏറ്റെടുക്കേണ്ട കാര്യം എന്ത് എന്നൊരു ചോദ്യമാണ് CPI ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ഉൾപ്പെട്ട കേസിനെ ന്യായീകരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ട ബാധ്യത തങ്ങൾക്ക് ഇല്ല. ഇപ്പോൾ രണ്ട് വിഭിന്ന അഭിപ്രായങ്ങളായി മാറിയിരിക്കുകയാണ് CPM-ഉം CPI-യും. ഇന്നലത്തെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ബിനോയ് വിശ്വം കൃത്യമായി പറഞ്ഞു, CPI മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കും, എന്നാൽ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമല്ല. അതിൽ മകൾ പ്രായപൂർത്തിയായതാണ്, അവർ തുടങ്ങിയതാണ് ആ കമ്പനി, അത് അവർ തന്നെ നോക്കിക്കോണം. അതിൽ പാർട്ടിക്ക് അതിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ല, അത് അവരുടെ വിഷയമാണ് എന്നുള്ളത് കൃത്യമായി പച്ചയ്ക്ക് തന്നെ ബിനോയ് വിശ്വം അല്ലെങ്കിൽ CPI നേതൃത്വം അത് ഇന്നലെ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും രണ്ട് വിഭിന്ന അഭിപ്രായങ്ങളാണ്. CPM-ന്റെ പാർട്ടി കൗൺസിൽ യോഗത്തിലാണ് ഇന്നലെ ബിനോയ് വിശ്വം ഇത് തുറന്നടിച്ചത്. മക്കളുടെ പ്രശ്നങ്ങൾ മുന്നണിക്ക് ബാധ്യതയാകുന്നു എന്ന ഒരു വിഷയവുമായി നമുക്ക് നേരത്തെ അറിയാം, കോടിയേരി ബാലകൃഷ്ണനുമായിട്ടുള്ള ബന്ധത്തിൽ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് മകനെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ട് കോടിയേരി അത് ബാധിച്ചിരുന്നു. അത് എന്തുകൊണ്ട് അദ്ദേഹത്തിനും പിണറായിക്കും രണ്ട് ഇത് വന്നു എന്നുള്ളത് പല മാധ്യമങ്ങളും ചോദിച്ചിരുന്നു. എന്നാൽ അതിനൊന്നും ഉത്തരവില്ല. ഇത് പിണറായിയെ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കേസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മകൾക്കും പിണറായിക്കും ഒപ്പം നിൽക്കുമെന്ന് CPM പറഞ്ഞപ്പോൾ പക്ഷെ CPI ഇന്നലെ അതിനെ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. അവരവർ മക്കളാണെങ്കിൽ മക്കള് ഏത് കമ്പനിയാണോ തുടരുന്നത് അല്ലെങ്കിൽ ഏത് കള്ളത്തരമാണോ കാണിക്കുന്നത്, എന്താണോ കാണിക്കുന്നത്, അത് അവർ തീർത്തുകൊള്ളണം. അതിൽ പാർട്ടി ഒരിക്കലും അതിൽ ഇടപെടില്ല. പാർട്ടിക്ക് പാർട്ടിയുടേതായ നയങ്ങളുണ്ട്. ഇങ്ങനെ മക്കളുടെ പുറകെ തൂങ്ങേണ്ട കാര്യമൊന്നും പാർട്ടിക്കില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് തുറന്നടിച്ച് പറയുകയാണ് ചെയ്തത്. ഏതായാലും പിണറായിക്കൊപ്പം ഞങ്ങൾ കാണും. അത് പിണറായിയെ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ രീതിയിലാണ് ഇത്തരത്തിൽ ED ഒക്കെ എങ്ങനെ വരുന്നതും റെയ്ഡ് ചെയ്യുന്നതും എന്നുണ്ടെങ്കിൽ പിണറായിയെ ഞങ്ങൾ സംരക്ഷിക്കും. പക്ഷെ പിണറായിയുടെ മകളെ ഞങ്ങൾക്ക് സംരക്ഷിക്കേണ്ടുന്ന കാര്യമില്ല. അതുകൂടാതെ സർക്കാർ എന്നത് ഒരു മുഖ്യമന്ത്രിയിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്നതല്ല. അത് അങ്ങനെ ചുരുക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നു എന്നുള്ളതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കേന്ദ്രീകരിക്കുമ്പോൾ ആ ആൾക്കെതിരെ ആക്രമണവും ഉണ്ടാകും. അതായത് സർക്കാർ എന്നത് പിണറായി വിജയൻ എന്നുള്ളതിന്റെ അവസാന വാക്കൊന്നുമല്ല. സർക്കാർ എന്നത് അത് LDF സർക്കാരാണ്, അത് പാർട്ടിയാണ്. LDF സർക്കാരിന് എന്താണോ വേണ്ടുന്നത് അത് ഞങ്ങൾ ചെയ്തു കൊടുക്കും. ആ സർക്കാരിനെ പിന്തുണയ്ക്കേണ്ടുന്ന അല്ലെങ്കിൽ ആ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ പിണറായി വിജയനല്ല സർക്കാരിന്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ അവസാന വാക്ക്. അതുകൊണ്ട് അങ്ങനെയൊക്കെ പിണറായി വിജയനാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് സർക്കാരിന്റെ അവസാന വാക്ക് എന്നൊക്കെ ഉള്ള രീതിയിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും വരും എന്നുള്ളത് ഇന്നലെ ബിനോയ് വിശ്വം ഇന്നലെ CPI-ന്റെ സംസ്ഥാന കൗൺസിൽ യോഗത്ത് തുറന്നടിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതേസമയം കോടിയേരി ബാലകൃഷ്ണന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മകനെതിരെ ഒരു കേസ് വന്നപ്പോൾ നിങ്ങൾക്ക് ഈ തീരുമാനമല്ലല്ലോ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ME ഗോവിന്ദൻ പറഞ്ഞത് പിണറായിയുടെ മകൾക്കെതിരെയുള്ള കേസും ഇതും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല. അതെന്താണെന്നുള്ളത് വ്യക്തമായിട്ടില്ല, അദ്ദേഹം പറയുന്നില്ല. എക്സാലോജിക്കിന്റെ രജിസ്ട്രേഷൻ AKG സെന്ററിന്റെ വിലാസം എങ്ങനെ നൽകി എന്നുള്ളതിനും വ്യക്തമായ കാര്യമൊന്നുമില്ല. അതൊന്നും പരിശോധിച്ചിട്ടില്ല. ഇത്രയും നാളുകളായി വലിയ ഭൂകമ്പം ഒക്കെ ഉണ്ടായിട്ട് AKG സെന്ററിന്റെ മേൽവിലാസം എങ്ങനെ എക്സാലോജി കമ്പനിയിൽ വന്നു, അത്തരം ഇടപാടുകൾ എങ്ങനെ നടത്തി എന്നുള്ളത് ചോദിക്കുന്നതിനും ഇതുവരെ പരിശോധിച്ചിട്ടില്ല എന്നുള്ളത്. ചുരുക്കം പറഞ്ഞാൽ ME ഗോവിന്ദനോട് ചോദിച്ച ഒരു മാധ്യമം ചോദിച്ച പല കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റാത്തതായിട്ടുള്ള അവസ്ഥകളുണ്ടല്ലോ. അതായത് ഒന്നും പറയാൻ വയ്യ. ഇതിന്റെ ഈ എക്സാലോജിക്ക് എന്തൊക്കെ ഇടപാടുകളാണ് CMRL-മായി നടത്തിയത് എന്ന് വ്യക്തമായി തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കുമ്പോൾ അത് ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ലല്ലോ. അത് അവരുടെ സേവനങ്ങളല്ലേ, അത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള. എന്നാലും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ മകളല്ലേ ഇത്തരത്തിലുള്ള ഒരു കമ്പനിയെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ അതിൽ എന്താണ് അത് സുതാര്യമായിട്ടുള്ള ഇടപാടാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ അത് എന്താണ് ഇടപാടുകൾ ചെയ്തതെന്ന് തുറന്നു പറഞ്ഞാൽ ഈ വിഷയം അങ്ങ് തീരുമല്ലോ. ഇതിനുള്ള തെളിവുകൾ കൊടുത്താൽ മതി. അത് മുഖ്യമന്ത്രിയും കൊടുക്കുന്നില്ല, ME ഗോവിന്ദനും കൊടുക്കുന്നില്ല. ഇവർക്ക് അറിയാത്ത രീതി, അത് ഞങ്ങൾക്ക് അറിയത്തില്ല, അത് അവരുടെ സേവനമാണ്. പക്ഷേ ഒരു സ്ഥാനത്ത് മുഖ്യമന്ത്രിയാണ്
മുഖ്യമന്ത്രിയുടെ മകളാണ് ഇത്തരത്തിൽ ചെയ്തത്, അതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട്. നമുക്കറിയാം നമ്മളുടെ ഒരു സ്ഥാനം നമ്മൾ കയ്യേറുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മളുടെ മരുമകൻ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ ഭർത്താവ് ഇത്തരത്തിലുള്ള എല്ലാരും കൂടെ ഒരുമിച്ച് താമസിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൻ തമ്മിൽ എന്താ പറയുന്ന പിണക്കങ്ങളോ അങ്ങനെ വഴക്കുകളോ രണ്ടുപേരും രണ്ട് രീതിയിലോ അല്ലെങ്കിൽ അവര് വേർപെട്ടതോ ഒന്നും അല്ല, ഇപ്പോഴും ഒരുമിച്ച് ഒരു കുടുംബത്തിൽ തന്നെ താമസിക്കുന്നവരാണ്. അപ്പൊ മകൾ എന്ത് ചെയ്തു എന്നുള്ളത് പിതാവിന് അറിഞ്ഞൂടെ? പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് അത് ജനങ്ങളെ ബോധിപ്പിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. പക്ഷെ അത് അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിക്കും കഴിയുന്നില്ല. അവിടെ ഒരു അഴകുഴപ്പൻ വർത്തമാനങ്ങളൊക്കെയാണ് എന്തായാലും പറയുന്നത്. MV ഗോവിന്ദന് ഇന്നലെ അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെയാണ്. ഈ സുതാര്യ ഇടപാട് എന്നൊക്കെ പറയുമ്പോൾ അത് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ മുൻപേ തെളിയിച്ചതാണ്. രണ്ട് കമ്പനി തമ്മിലുള്ള ഇടപാടിൽ അവർ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിലല്ലേ അത് തെളിയിക്കേണ്ടെന്ന കാര്യമുള്ളൂ എന്നൊക്കെയാണ്. അതുപോലെ തന്നെ ഈ ഇടപാടിലെ രാഷ്ട്രീയ ധാർമ്മികത പാർട്ടി പരിശോധിക്കേണ്ടതില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, എന്ത് ധാർമ്മികതയാണ് നിങ്ങൾ ഈ പറയുന്നത്? ഫ്യൂഡൽ ധാർമ്മികതയാണ്. ഓരോരുത്തർക്കും ഓരോ ധാർമ്മികതയുണ്ട്. MV ഗോവിന്ദന്റെ ഒരു തനി കമ്മ്യൂണിസ്റ്റ് തനി ആ ഒരു സംസാര ചാരുത പലപ്പോഴും അദ്ദേഹത്തിന് വീഴുമ്പോൾ 4 കാലി എഴുന്നേൽപ്പിക്കാറുണ്ട്. അതാണ് കൃത്യമായിട്ട് ഇവിടെ വെളിവാക്കുന്നത്. ഒരു കാര്യം ചോദിക്കുമ്പം അത് തെക്കെന്ന് ചോദിക്കുമ്പം അത് വടക്കല്ല പടിഞ്ഞാറിന്ന് കിഴക്കോട്ട് വന്നിട്ട് തെക്കാണ് എന്ന് പറയുന്ന അദ്ദേഹം ഇങ്ങനെ ചുറ്റി വളച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ എങ്ങനെയെങ്കിലും തടിതപ്പോൾ പക്ഷെ മറുപടി നൽകാതെ മുഖ്യമന്ത്രിയുടെ കണക്ക് മൗനമായിട്ടൊന്നും നിൽക്കത്തില്ല. പക്ഷെ ഈ പറയുന്നതിന് ഒരു വ്യക്തതയും ഇല്ല. അത് ഞങ്ങൾക്ക് അറിയേണ്ട കാലമല്ല. അത് ധാർമ്മികത, അത് അവരവരുടെ ഇതുണ്ട്. പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്, അവർക്ക് അവരുടെ കമ്പനിയുടെ ഇതുണ്ട്, അത് ഇടപാടുകൾ അവരാണ് നോക്കണം. ഞങ്ങൾ നോക്കണം. ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു പ്രധാന സ്ഥാനത്ത് അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യമാണ് ചോദിക്കുന്നത്, അല്ലാതെ MV ഗോവിന്ദന്റെ മകന്റെ കാര്യമൊന്നും അല്ല ചോദിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു പാർട്ടിയെ നയിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മകൾ ഇത്തരത്തിൽ ചെയ്തു എന്നുണ്ടെങ്കിൽ അതറിയണം. CMR പോലുള്ള വൻകിട കമ്പനിയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പൊ മാത്രമല്ല ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്, ഈ ഇത്ര %, അതായത് സംസ്ഥാന ഈ സർക്കാർ സ്ഥാപനത്തിന് 13.4% ഓഹരികൾ സർക്കാരിനുണ്ട്. ഈ CMRLന്റെ സ്ഥാപനത്തിന് സർക്കാരിന്റെ ഓഹരി തന്നെ 13.4% ഉണ്ട്. അങ്ങനെയെങ്കിൽ പരിസ്ഥിതി മലിനീകരണം സൃഷ്ടിക്കുന്നുവെന്ന് പരാതി ഉയർന്നിട്ടുള്ള ഈ കരിമണൽ കമ്പനിയിൽ മലിനീകരണ നിയന്ത്രണ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ മകൾ, കാരണം മലിനീകരണ നിയന്ത്രണ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്നതാണ് മുഖ്യയുടെ മകൾ ഈ ഒരു കരാറിൽ ഏർപ്പെടുന്നതിൽ ധാർമ്മിക പ്രശ്നമല്ലേ? സ്വന്തം വീട്, അതിലൊരു ചോദ്യം തന്നെയുണ്ട്. സ്വന്തം വീടിനെ ആദ്യം ഒരു സ്വന്തം വീടിന്റെ ഒരു അടിസ്ഥാനം, സ്വന്തം വീടിനെ നോക്കാത്ത ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ മകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു വ്യക്തി എങ്ങനെ ഒരു സമൂഹത്തെ ഒരു സംസ്ഥാനത്തെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് ഭരിക്കാനും പറ്റും? മകൾ ഈ മലിനീകരണ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്, അദ്ദേഹമാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അല്ലെ അങ്ങനെ ഒരു കമ്പനി തുടങ്ങുമ്പോൾ എത്രയായാലും പിതാവിനോട് മകൾ ചോദിക്കും, അല്ലെങ്കിൽ പിതാവ് അത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പിതാവിന്റെ ഒരു അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ പിതാവിന്റെ ഒരു ഇതില്ലാതെ നമുക്ക് തന്നെയാണ് നമ്മുടെ മക്കൾ ഒരു കമ്പനി എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അതിന്റെ കൃത്യമായ വിവരണങ്ങളും ഇതൊന്നും മുഖ്യമന്ത്രിക്ക് അറിയില്ല എന്ന് മുഖ്യമന്ത്രി കൈയും കെട്ടിയിരിക്കുമ്പോൾ മകൾക്ക് എന്തുമാകട്ടെ അല്ലെ മകൾ എന്തായാലും കുഴപ്പമില്ല, കാരണം അത് അടിയിലൂടെ മകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ മുഖ്യമന്ത്രിക്ക് അത് ചെയ്യാൻ പറ്റും. അതേസമയം മുഖ്യമന്ത്രിയെ തൊടുകയും ചെയ്യരുത്. കാരണം മുഖ്യമന്ത്രി രാജിവെക്കണമെന്നൊക്കെ പ്രതിപക്ഷങ്ങൾ പറയുമ്പോഴും അത് പറ്റത്തുമില്ല. എന്നാൽ മകളെ അടിക്കൂടെ സഹായം ചെയ്യുകയും ചെയ്യുക. എന്നാൽ പാർട്ടി പറയുന്നു ഞങ്ങൾക്കത് അറിയേണ്ട കാര്യമില്ലെന്ന്. എന്തായാലും ഇപ്പോൾ CPI ഇതിന് കടുത്ത വിമർശനമാണ് കൊടുത്തിരിക്കുന്നത്. MV ഗോവിന്ദൻ അഴകുഴപ്പം വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പറയുന്നുണ്ടെങ്കിലും പക്ഷെ CPI ബിനു വിശ്വം അതിന് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. ഞങ്ങൾ പാർട്ടി ഇതിന് നിൽക്കുമെന്നും മുഖ്യമന്ത്രിയോ കൂടെ ഉള്ളവരോ ഒന്നും പ്രതീക്ഷിക്കേണ്ട, മകളോ പ്രതീക്ഷിക്കേണ്ട. പാർട്ടി ഇതിൽ നിൽക്കത്തില്ല. വേണമെങ്കിൽ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോണം. അത് മകളുടെ കാര്യം നോക്കിക്കോണം. പക്ഷെ സർക്കാർ, അതായത് ഭരണത്തിലിരിക്കുന്ന സർക്കാർ, ജനങ്ങൾക്ക് ചെയ്യേണ്ടുന്ന സർക്കാർ, അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കാണ്. അത് മാത്രം ഞങ്ങൾ നോക്കിയാൽ മതി. പിണറായിക്കെതിരെ എന്തെങ്കിലും വരുന്നെങ്കിൽ മാത്രം ഞങ്ങൾ നോക്കിയാൽ മതി. അദ്ദേഹത്തിന്റെ കൈ ശുദ്ധം ആകുന്നു എന്ന് ഉറപ്പാണ്. അതിനകത്ത് ഒരിതുണ്ട്, അദ്ദേഹം ഇതിനകത്ത് ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ നിൽക്കും, അല്ലെങ്കിൽ ഞങ്ങൾ നിൽക്കില്ല. പാർട്ടിയുടെ നിലപാട് ഇപ്പോൾ തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ്.